തൃക്കണാപുരം വാർഡിന്റെ പ്രഥമ പൗര ശ്രീമതി PS ജയലക്ഷ്മി അവരുകളെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷയായ ശ്രീമതി രമണി നായർ പ്രസിഡന്റ് സ്വപ്നക്കൂടിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസ നേരാനെത്തിയ ശ്രീ ഫിർദൌസ് കായപ്പുറം, ഡോക്ടർ സീന ബി നെറ്റോ, മെഡിക്കൽ ഓഫീസർ, ബ്ലഡ് സെന്റർ, ജനറൽ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം, റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായ ശ്രീ B സന്തോഷ് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുവാനായി സ്വപ്നക്കൂടിന്റെ സെക്രട്ടറി ശ്രീ PB ഹാരിസ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ റിട്ടയർഡ് കേണൽ മോഹൻദാസ് ശൗര്യചക്ര വിശിഷ്ടാതിയായി നമ്മുടെ സ്വപ്നക്കൂട് സംഘ സഹചാരിയായി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീമതി PS ജയലക്ഷ്മി, വാർഡ് കൗൺസിലർ, സ്വപ്നക്കൂടിന് വേണ്ടി എപ്പോഴും ഏത് നിമിഷത്തും നമ്മളോടൊപ്പം സഞ്ചരിച്ച് പരിപാടികൾ നടത്തുന്ന മാധ്യമപ്രവർത്തകർ, ഫിർദൌസ് കായപ്പുറം, സ്വപ്നക്കൂട് നിർമ്മിച്ച രണ്ടാമത്തെ വീട് എന്ന സിനിമയുടെ സംവിധായകൻ സൂര്യൻ സാർ, ശിവകുമാരൻ നായർ ചേട്ടൻ, അമ്മമാരെ, അച്ഛന്മാരെ, നമ്മള് യോഗത്തില് വിശിഷ്ടാതിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട, നമ്മളോടൊപ്പം എപ്പോഴും സ്വപ്നക്കൂടി കയറി ഇറങ്ങി പോകുന്ന ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലറാണ്. വാർഡ് കൗൺസിലർ PS ജയലക്ഷ്മി എന്നിവരെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രവർത്തകൻ ഫിർദൌസ് കായൽപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം സഞ്ചരിക്കും, എവിടെ വേണമെങ്കിലും നമ്മളോടൊപ്പം വരും. ആ വരുന്നതനുസരിച്ച് നമ്മളോടൊപ്പം വേണമെങ്കിൽ 1-2 ദിവസമൊക്കെ നമ്മളോടൊപ്പം തങ്ങും. പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഫിർദൌസ് കായൽപ്പുറത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഒരു ടീമുമായിട്ട് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഞ്ജലി അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അയലത്തുകാരനാണ് ശിവകുമാരൻ നായർ ചേട്ടനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു പട്ടാളക്കാരനാണ്. സുഖം ചേട്ടൻ ഇത് എന്താ പറഞ്ഞാലേ, ഇതുവഴി പോയാൽ പെട്ടെന്ന് കയറി ഒത്തിരി ചായ കുടിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ണാനാണെങ്കിൽ ഉണ്ണാൻ. സുഖം ചേട്ടനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. സ്വപ്നക്കൂടിന്റെ പ്രസിഡന്റ് ഡോക്ടർ രമണി നായർ മാഡം, സെക്രട്ടറി ശ്രീ ഹാരിസ്, നമ്മുടെ തൃക്കണാപുരം വാർഡ് കൗൺസിലർ ശ്രീമതി ജയലക്ഷ്മി, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. സ്വപ്നക്കൂട് സ്വപ്നധാര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൻ്റെയും സഹായത്തോടുകൂടി ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ രക്തദാന ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യാനും അതിലൊരു ഭാഗമാകാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം രക്തദാനം മറ്റ് അവയവദാനങ്ങളെപ്പോലെ തന്നെ ഒരു മഹത്തായ കാര്യം. നമ്മൾ ദാനം ചെയ്യുന്ന ഓരോ തുള്ളി രക്തവും സ്വപ്നക്കൂട് എന്നുള്ളൊരു പ്രസ്ഥാനം ഞാനിപ്പം
ഈ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ആറാമഴ ഏരിയയിൽ MLA റോഡ് കഴിഞ്ഞ് 10-16 വർഷമായിട്ട് ഞാൻ ഏരിയയിലുണ്ട്. സ്വപ്നക്കൂടിന്റെ സാരഥികൾ ഡോക്ടർ രമണി നായർ, PB ഹാരിസ്, പ്രിയപ്പെട്ട മോഹൻദാസ് സാർ, ഇവിടുത്തെ ജനപ്രതിനിധി PS ജയലക്ഷ്മി, ഏറെ സ്നേഹമുള്ള, അപ്രതീക്ഷിതമായി ഒരു ഇടവേള ഉണ്ടായി എന്ന് മാത്രം. മനസ്സുകൊണ്ട് എപ്പോഴും ഇന്നിവിടെ ഈ രക്തദാന ക്യാമ്പ് യോഗത്തിലെ അധ്യക്ഷൻ, നമുക്കേവർക്കും ബഹുമാനപ്പെട്ട ആദരണീയ വ്യക്തിത്വം ഡോക്ടർ രമണി നായർ അവർ, അതുപോലെ തന്നെ ഈ സ്വപ്നക്കൂടിലെ നിറസാന്നിധ്യമായ മിസ്റ്റർ ഹാരിസ് അവർ, അഞ്ജലി അവർ, മറ്റ് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ അമ്മമാർ, അച്ഛന്മാർ, നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ വയസ്സായ ആൾക്കാരുണ്ടാവും. ഈ വയസ്സായി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് 50-60 ഒക്കെ കഴിയുമ്പോൾ മനുഷ്യരുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യതിയാനങ്ങളുണ്ട്. ഒരാളെ സ്വന്തം വീട്ടിലുള്ള ആളിനെ തന്നെ അമ്മയായാലും അമ്മായിയമ്മയായാലും അച്ഛനായാലും അമ്മാവനായാലും ഒക്കെ സഹിക്കാൻ ഇത്തിരി പ്രയാസമുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ജബ്ബാറിന്റെ സേവനം എത്ര പറഞ്ഞാലും, ജബ്ബാർ ഡ്രൈവറാണ്, പിയൂണാണ്, കുക്കാണ്, എന്തിനെ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ കുളിപ്പിക്കണമെങ്കിൽ അതിനെ സഹായിക്കും. ഒരു ദിവസം മിനിമം 2 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദൗത്യം ഉണ്ടാവും ഇതിന്റെ ഇടയിൽ ജബ്ബാർ. നേരത്തെ ഇവിടെ വിജിയും സനുവും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മെച്ചപ്പെട്ട